വെൽക്കം ടു പ്രീതീസ് മന്ന കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റന്റ് വെള്ളയപ്പമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനും അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. 1 കിലോ പച്ചരിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇത്. അതിലേക്ക് 2 തേങ്ങ ചിരകിയത്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ആവശ്യത്തിന്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ അരി അരച്ചെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് കപ്പി കാച്ചാനുള്ള അരപ്പും ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്കതെങ്ങനെയാണ് ഇതിനെ കപ്പി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ കപ്പി കാച്ചാനുള്ള അരിയാണ് എടുക്കുന്നത്. ജാറിൻ്റെ പകുതിയോളം അരിയെടുത്ത് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് കപ്പി കാച്ചാനുള്ള മാവ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത്രയും അരി ഇപ്പോൾ എടുത്തു. ഇതിനകത്തൊന്നും തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കരുത്. അരിക്ക് മീതെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് ഇതിന് പകുതി അരച്ചെടുക്കാം. നല്ല തരിതരിപ്പോട് കൂടി വേണം നമ്മൾ കപ്പി കാച്ചാനായിട്ടുള്ള അരി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ ഒന്ന് നല്ല തരിതരിപ്പുള്ള മാവ് ആക്കിയെടുക്കാം. ഞാൻ എടുത്തു വെച്ച അരിനെ ഞാനിപ്പോൾ അരച്ചിട്ടുണ്ട്. നല്ല ചാറായിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് കണ്ട് ആരും പേടിക്കേണ്ട, കാരണം നമുക്ക് കപ്പി കാച്ചണമെങ്കിൽ ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ തരിതരിപ്പായിട്ട് അരിച്ചെടുക്കാൻ പറഞ്ഞു. നമ്മുടെ കൈ കൊണ്ട് തൊടുമ്പോൾ അരിയുടെ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കാണണം. അപ്പോൾ ഇതാണ് നല്ല കപ്പി കാച്ചിയെടുക്കാൻ. കപ്പിക്ക് പകരം കുറുക്ക എന്നും ചിലർ പറയാറുണ്ട്. നന്നായിട്ട് കുറുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ പരുവം ഇതുപോലെ തരിതരിപ്പോട് കൂടി അരി അരച്ചെടുക്കുന്നതാണ്. ഇനി നമ്മളിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1 കിലോ അരി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ടീ കപ്പിന് 4 കപ്പ് അരിയാണുള്ളത്. അങ്ങനെയുള്ള 4 കപ്പ് അരിക്ക് നമ്മൾ ഈ പരുവത്തിനുള്ള ഒരു തവിക്ക് 3 തവി മാവെടുക്കണം. നല്ല തരിതരിപ്പോട് കൂടിയാണ് അരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ തവിക്ക് 3 തവി. 1 കിലോ അരിക്കുള്ള അളവാണ് ഞാനീ പറയുന്നത്. അതിലേക്ക് നമ്മൾ വീണ്ടും നന്നായിട്ട് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ അതിനകത്തൊരു 200 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നന്നായിട്ട് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. നമുക്കിനെ ഈ കപ്പി കാച്ചിയെടുക്കാം. ചില നാട്ടിലുള്ളവർ ഇതിനെ കുറുക്കുണ്ടാക്കുക എന്നാണ് പറയുക. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിന് പകരം ചിലർ ചോറ് ചേർക്കാറുണ്ട്. പക്ഷെ നല്ല മയമുള്ള അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കുറുക്കി ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇങ്ങനെ കുറുക്കുന്ന സമയത്ത് നിങ്ങൾ മാവ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കുറുകി പോയാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. കുറച്ചും കൂടെ ചൂടുവെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കതിനെ പാകപ്പെടുത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ മാവ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് അല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിനെ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കുക. നമ്മൾ അരി അരച്ച് തീർത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരി അരയ്ക്കുമ്പോൾ തന്നെ കപ്പിക്കുള്ളത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ കുറുക്കുണ്ടാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അരി അരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കുറുക്ക് റെഡിയാകും. പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ മാവ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നല്ല കുറുകിയ മാവാണ് ഞാനിവിടെ കപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരിതരിപ്പ് നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി തണുക്കാൻ വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ അരിയും തേങ്ങ എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. നമ്മുടെ അരിനെ അരച്ചെടുക്കാം. ഞാൻ അരി ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, പഞ്ചസാര, ഈസ്റ്റ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം. നമ്മൾ അരി അരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇത് ഒത്തിരി ലൂസായി പോകരുത്. അത് കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് തുടങ്ങുക. അതിനുശേഷം വെള്ളം കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ വീണ്ടും കുറേശ്ശെ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ കപ്പി കാച്ചിയത് അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല തരിതരിപ്പോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അത് തന്നെയല്ല, ഇത് നല്ലിട്ട് മുറുക്കമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മാവിനകത്ത് ചേർക്കാം. അല്ലെങ്കിൽ എന്നിട്ട് അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അരച്ച് ചേർക്കുന്നതിന് മുമ്പ് തേങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിച്ചമുള്ളതിൻ്റെ കൂട്ടത്തിലോ ഇല്ലെങ്കിൽ ഈ കപ്പി തന്നെയോ നമുക്കൊന്ന് ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിച്ചം ഇരിക്കുന്ന തേങ്ങയും ഈ കുറുക്കും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പോവാണ്. ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്ത് വെച്ചാൽ മതി. അത് തന്നെയുമല്ല, നമ്മളതിനകത്ത് പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കപ്പി കാച്ചി എടുക്കുന്ന സമയത്ത് ഒരുപാട് തണുത്ത് പോകാനായിട്ട് അനുവദിക്കരുത്. ചെറിയ ചൂടുള്ളപ്പം വേണം നമ്മളിത് മാവിലേക്ക് ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ആ ചൂടോട് കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. ഞാനിത് കുറുക്കുണ്ടാക്കിയതും ഇച്ചിരി തേങ്ങയും കൂടെ അരച്ചതാണ് ഇത് കാണുന്നത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒത്തിരി കിടന്ന് ഇളക്കി അതിൻ്റെ കട്ട അടയ്ക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത്
കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിനുള്ള മാവ് നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇതിനകത്ത് കുറുക്ക് അരച്ചതും ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. തേങ്ങയും നിങ്ങൾക്ക് കാണാൻ നല്ല തരിതരിപ്പ് പോലെ ആയിരിക്കുന്നത്, കാരണം തേങ്ങ നമ്മൾ അരച്ചാണ് ചേർത്തിരിക്കുന്നത്. വെള്ളയപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പാലപ്പത്തിൽ നിന്ന്. പാലപ്പത്തിനകത്ത് നമ്മൾ തേങ്ങ അരച്ചല്ല ചേർക്കുന്നത്. ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പാലപ്പം ഉണ്ടാക്കുക. ഇങ്ങനെയാണ് വെള്ളയപ്പത്തിന് കുഴയ്ക്കുക. അപ്പം നമ്മളിതിനെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ കാരണം ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പാകത്തിന് നന്നായിട്ട് ഇത് പൊങ്ങി വരും. നമ്മൾ നമ്മളിതിന് പകരം അരിക്ക് പകരം അരിപ്പൊടി ചേർത്ത് അപ്പം ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി വെള്ളത്തിലൊന്ന് കുഴച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിക്കണം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പച്ചരി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന അപ്പം പോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല രുചിയോടും കൂടി അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒത്തിരി നീണ്ടു പോകരുത്, ഇച്ചിരി കുറുകിയാണ് ഈ മാവിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ദോശക്കല്ലിലാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് പുളിക്കാനായിട്ട് വെക്കാം. നമ്മുടെ മാവ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട്. നമുക്ക് കാണാൻ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഇളക്കാം. സാധാരണ നമ്മൾ അപ്പത്തിന് മാവ് വെച്ച് കഴിയുമ്പോൾ കുറഞ്ഞത് നമ്മൾ 6-7 മണിക്കൂർ ഓൾ നൈറ്റാണ് നമ്മൾ സാധാരണ വെക്കുക. ഇല്ല വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ കുഴച്ച് വെച്ച് വൈകിട്ട്. ഇതിപ്പോൾ 2.5 മണിക്കൂർ കൃത്യമായതേ ഉള്ളൂ. അപ്പത്തേന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഈ ഈസ്റ്റ് മേടിച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ദോശക്കല്ലയിലേക്ക് നമുക്കത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാവിനെ എടുത്ത് ദോശക്കല്ലയിൽ ഒഴിച്ചു. ഇനി ഇതിനെ മൂടി വയ്ക്കാം. നമ്മുടെ അപ്പം നമ്മൾ മാവൊഴിച്ച് വെച്ചിട്ട് 1 മിനിറ്റായി. നമുക്ക് നോക്കാം. വെന്തിരിപ്പുണ്ട്. കൃത്യം 1 മിനിറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇത് മുഴുവനും ചുട്ടെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. ഒരു കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നല്ല പൊമ്പളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് തീ കുറച്ചിടാം. അങ്ങനെ 1 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഈ അപ്പം വെന്തിരിക്കും. അപ്പം നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം റെഡിയായി കഴിഞ്ഞു. കാണാൻ നല്ലതുപോലെ നല്ല കെട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നന്നായിട്ട് കുളിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല മയമുണ്ട്. പിന്നെ നമ്മൾ ഇതിന് വെള്ളയപ്പത്തിൻ്റെ കളർ, ഇവിടുത്തെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം അടിക്കടിക്ക് വെക്കുമ്പോൾ എപ്പോഴും ഒരു അപ്പം ഒന്നിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇട്ട് വെക്കാവുള്ളൂ. അതുപോലെ അടുത്തത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പൊക്കത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വീണ്ടും ഇങ്ങനെ വെക്കുക. ഒരിക്കലും അത് ഓവർലാപ്പ് ചെയ്ത് വെക്കരുത്. ഓവർലാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കളറ്, ബ്രൗൺ കളറ് ഈ വെള്ള കളറെ പിടിച്ചതിന് ശേഷം അതിൻ്റെ കളറ് മങ്ങൽ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മളിത് പറഞ്ഞു ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റ്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണത്. അപ്പോൾ അത് മേടിക്കുക, ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചരി കുതിർക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി മേടിച്ച്, സാധാരണ അരിപ്പൊടി, പക്ഷെ അത് കുതിർത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിക്കണം. എന്നിട്ട് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൺ.